വീട്ടുജോലിക്കാരനുള്ള വില പോലുമില്ല, സ്വന്തമായി ബാങ്ക് അക്കൗണ്ടില്ല, കടുത്ത സമ്മർദ്ദം. ജയം രവി. ആരതിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിൽ കൂടുതൽ വിശദീകരണങ്ങളുമായി നടൻ ജയം രവി. ആരതിയുടെ അമിത നിയന്ത്രണങ്ങളാണ് വേർപിരിയലിലേക്ക് നയിച്ചതെന്ന് നടൻ പറയുന്നു. 13 വർഷമായി തനിക്ക് മാത്രമായി ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്നും താൻ പൈസ പിൻവലിച്ചാൽ ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുമെന്നും നടൻ പറഞ്ഞു. കടുത്ത സമ്മർദ്ദമാണ് എല്ലാത്തിനും കാരണമെന്നും നടൻ പറയുന്നു. കഴിഞ്ഞ 13 വർഷമായി എനിക്കെന്ന് പറഞ്ഞ ബാങ്ക് അക്കൗണ്ടില്ല. ആരതിയുമായുള്ള ജോയിൻ്റ് അക്കൗണ്ടാണുള്ളത്. ഞാൻ എവിടെ പോയി എന്ത് ചിലവാക്കിയാലും ആ മെസ്സേജ് നേരെ പോകുന്നത് അവരുടെ നമ്പറിലേക്കാണ്. വിവാഹത്തിന് മുമ്പ് അമ്മയുമായുള്ള ജോയിൻ്റ് അക്കൗണ്ടായിരുന്നു. വിവാഹശേഷം ഭാര്യയുമായായി. അതങ്ങനെ പോട്ടെന്ന് ഞാനും കരുതി. പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം കഥ മാറി. അവർക്ക് ലക്ഷങ്ങൾ മുടക്കി ബാഗുകളും ചെരുപ്പുകളും തുടങ്ങി എന്തും വാങ്ങാം. ഞാൻ കാർഡ് സ്വൈപ്പ് ചെയ്താൽ പെട്ടെന്ന് ഫോൺ വരും. ഞാൻ എന്തിന് കാശെടുത്തു, എന്ത് കഴിക്കുന്നു എന്നെല്ലാം ചോദ്യങ്ങൾ. അത് പക്ഷേ എന്നോട് മാത്രമല്ല അസിസ്റ്റന്റുമാരോടും ചോദിക്കും. അതെനിക്ക് നാണക്കേടായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ വലിയൊരു സിനിമ വന്നു. അതിന് ഞാൻ ട്രീറ്റ് കൊടുക്കണം. ഞാൻ കാശും കൊടുത്തു. ഉടനെ ആരതി അസിസ്റ്റന്റിനെ വിളിച്ച് എന്തിന് പൈസ കൊടുത്തു, ആരൊക്കെ ഉണ്ടായി എന്നെല്ലാം ചോദിക്കാൻ തുടങ്ങി. അതെനിക്ക് വലിയ നാണക്കേടായി. ഒടുവിൽ ATM കാർഡ് എനിക്ക് തരില്ല എന്ന് വരെ എത്തി എന്നും ജയം രവി പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് എൻ്റെയിലില്ല. വാട്സപ്പ് പ്രശ്നമാകുമെന്ന് കരുതി 6 വർഷമായി അത് വേണ്ടെന്ന് വെച്ചു. ബ്രദർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വീഡിയോ കോൾ വന്നു. ഞാൻ മാത്രമാണോ റൂമിൽ, വേറെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നമായി. ഒടുവിൽ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരെ വന്നു. എൻ്റെ പല സിനിമകളും തിരഞ്ഞെടുക്കുന്നത് ആരതിയുടെ അമ്മയാണ്. 3 സിനിമകൾ ചെയ്തു. വലിയ ഹിറ്റല്ലെങ്കിലും ആദ്യ സിനിമ വിജയിച്ചു. അത് ലാഭമുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ നഷ്ടമാണെന്ന് ആണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വേറെ നിർമ്മാതാക്കളുടെ പടം ചെയ്യാൻ ഇന്ന് തീരുമാനിച്ചു. പക്ഷേ അതിന് അവർ സമ്മതിക്കാതെയായി. സമ്മർദ്ദം താങ്ങാനാവാതെ സൈക്കോളജിസ്റ്റിനെ വരെ കണ്ടു. വേറെ വഴിയില്ലാതായതോടെയാണ് ഇത് ചെയ്തത് എന്നും ജയം രവി പറഞ്ഞു.